ടഫായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പ്രോസസ്സായിരുന്നു. പക്ഷേ അത്രയും ടഫാണെങ്കിൽ പോലും ഞങ്ങൾ അതിൻ്റെ ഒരു അഡ്വഞ്ചർ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എല്ലാവരും ഒരൊറ്റ കെട്ടായി നിന്നുകൊണ്ട് ഒരു ടീമായി വർക്ക് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്ന പല ടെറൈൻസും ഭയങ്കര ടഫാണ്. മഴയും വലിയ മലയുടെ മുകളിൽ അങ്ങോട്ട് യാത്രയും ഒരു മണിക്കൂറുകളൊക്കെ നടന്നിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് അഗ്രസീവായിട്ടുള്ള സ്ഥലം, ചെറിയ ഫൈറ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള പോയിന്റുകളിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റേതായ റിസ്ക്കും ഫാക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്യുന്നതിന് സമയത്ത് എനിക്കിതേപോലെ ഒരു അവസാന ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ 2-3 ദിവസം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ക്ലൈമാക്സ് ഫൈറ്റിനിടയിൽ വെച്ചിട്ട് എൻ്റെ കാലൊന്ന് ഒടിഞ്ഞു. ഇവനെ ഓടി ഏത് ടെറൈനിലേക്കും വരാം, പിന്നാലെ ഓടി പിടിക്കാനും. കാരണം ഇവനെ വിടാൻ പറ്റില്ലല്ലോ. എന്തിനാണ് ഇവനെ അടിച്ച്, ആരടിച്ച്, ഇവനാരാ വിട്ടത്, ഇവൻ ഏതാ എന്താക്കെ അറിയണം. നേച്ചർ ഇത്രയും ബ്യൂട്ടി, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൗണ്ടിൻ്റെ ഇതായാലും ശരി, ലൈറ്റായാലും ശരി, ഒരു സ്ഥലം വരെ വണ്ടി എത്തു. അതിനുശേഷം ക്രൂ സഹിതം എല്ലാവരും എല്ലാ എക്യുപ്മെൻറ്റ്സോടും കൂടി, ഐ മീൻ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ തസ്തികകളൊക്കെ വിടും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരുടെയും ജോലി ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന ചിലപ്പോൾ ഒരു ട്രൈപോഡ് പിടിക്കാനായിരിക്കും. അങ്ങനെ അതൊക്കെ പിടിച്ച് എല്ലാവരും അവിടെ എക്യുപ്മെൻറ്റ്സ് എത്തിച്ച് അങ്ങനെയാണ് അതവിടെ ഷൂട്ട് സംഭവിച്ചത്. കാലാവസ്ഥ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ആ ഒരു ഭാവത്തിലേക്ക് വരണം, ആ ഒരു സിറ്റുവേഷനിലേക്ക് കയറണം. അപ്പോൾ അത് ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു. 50% ഓഫ് ദിസ് മൂവി നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നേച്ചറാണ്. അതായത് നമ്മൾ ക്ലൗഡ് മൂവ്മെൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു ബ്യൂട്ടി ഭയങ്കരമാണ്. ക്ലൗഡ് തന്നെ ഒരു കഥ പറഞ്ഞു തരും. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ ഔട്ട്ഡോർ ചെയ്യുന്ന സമയത്ത് ഈ വേരിയേഷൻ ഭയങ്കര പ്രോബ്ലമായിരുന്നു. അപ്പോൾ മിനിറ്റിന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. രഞ്ജൻ സാറുമായിട്ട് സംസാരിച്ച സമയത്ത് ഇതൊരു ട്രീറ്റ്മെൻ്റ് ആക്കാം. വേരിയേഷൻ ആരും ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആ വേരിയേഷൻ തന്നെ അതിലേക്ക് കാണിക്കാം, ആ ഫിലിമിൽ കാണിക്കാം. ഇവിടെ ഈ ഇങ്ങോട്ട് വരുന്ന ഷോട്ടിൽ ബേബി ആരെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ടത് പുലിയെ, സിംഹത്തിനെയും പാമ്പിനെയും ഒന്നും അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ചെറിയ ചെറിയ ബഗ്സിനെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. സ്പൈഡേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. റോഡുകൾ നമ്മൾ ഇതിലേക്ക് പോകാൻ നമ്മുടെ ആക്ച്വൽ ലൊക്കേഷനിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന റോഡ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് ആയിപ്പോയി. ആ വഴി പോകാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് പുതിയ റോഡ് വെട്ടി ഉണ്ടാക്കേണ്ടി വന്നു കുറേ ദൂരം. പല സമയത്തും പല ജീപ്പുകളും ഒക്കെ മുകളിലേക്ക് കൊണ്ടുവരാൻ വരുമ്പോഴത്തേക്ക് അത് പകുതി വെച്ച് സ്റ്റക്കാകുക, അല്ലെങ്കിൽ അതിൻ്റെ ആക്സിൽ ഒടിയുക. ഇങ്ങനെ പോയാൽ മതി, അല്ല ഒരുപാട് പോകണ്ട. രഞ്ജൻ സാർ എനിക്ക് അങ്ങനെ തന്നെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നറേറ്റ് ചെയ്യുകയും ഓരോ ഘട്ടത്തിലും അതിൽ ഇടപെടുകയും ചെയ്തതായിരിക്കാം ചിലപ്പോൾ എനിക്കത് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റിയത്. സ്പോണ്ടേനിയസ് ആയിട്ട് ഭയങ്കര ക്രേസി ആയിട്ട് ഫിലിം മേക്കിംഗ് ചെയ്യുന്ന പുള്ളിയുടെ നറേഷൻ സ്റ്റൈൽ, പുള്ളി കഥ പറഞ്ഞു തരുന്ന, നമുക്ക് കഥ പറഞ്ഞു തരുന്ന സ്റ്റൈലായാലും അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിഷ്വൽസ് വരികയാണ്. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. സോ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരും. പിന്നെ എന്തൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞു പോകേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. രഞ്ജൻ പ്രമോദ്, ദിനേഷ് ബോധൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നിനക്കതൊരു സ്കൂളായിരിക്കും എന്നാണ് പറഞ്ഞത്. രഞ്ജൻ പ്രമോദ്, ദിനേഷ് ബോധൻ ടീമിനോട് വർക്ക് ചെയ്തുകൊണ്ടാകാം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും അതിനുള്ളൊരു ധൈര്യവും കിട്ടിയത്. ഓ ബേബിയിലെ ബേബി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഭയങ്കര ഇൻറ്റൻസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അത്രയും ഡെപ്തുള്ള ലെങ്ത്തുള്ള ഒരു ക്യാരക്ടർ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഹണ്ടറായിട്ടാണ് അതിൽ പ്ലേ ചെയ്യുന്നത്. വലിയ പേടിയുള്ളൊരു ക്യാരക്ടറല്ല, നല്ല ധൈര്യമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനും അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വെള്ളയാൻ എന്ന് പറയുന്നത് രാജപാളയം എന്ന് പറയുന്ന ഒരു വലിയ ശൗര്യമുള്ളൊരു ബ്രീഡാണ്. അവൻ ഭയങ്കര ഒരു ബുദ്ധിമാനുമാണ്. നമ്മളുടെ ആ പറയുന്ന ആ ഒരു 90 ഡേയ്സിൽ നമ്മളുടെ കൂട്ടത്തിലൊരു എന്താ പറയുക, നമ്മളുടെ ഒരു മെമ്പറായി. എസ്പെഷ്യലി സിങ് സൗണ്ടും കൂടെ ആയതിൻ്റെ പേരിൽ അത്രമാത്രം നിങ്ങൾക്ക് ഈ ടെറൈനും ഒരു കഥാപാത്രമാണ്, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ
ക്യാൻ ഫീൽ ദാറ്റ്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ സൗണ്ട്സ് ഉണ്ടല്ലോ. അപ്പം എന്താ ആ ഒരു ആംബിയൻ സൗണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് അതേ ഒരു എഫക്റ്റിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്.